ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഒരിച്ചിരി മഞ്ഞളുടെ ആ ഒരു കളറുണ്ട് കേട്ടോ. അത് ഞാനിവിടെ മോരുകറി ഉണ്ടാക്കിയപ്പോൾ മോരുകറിയിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറവ് പോലെ തോന്നി. അപ്പം ഈ കടുക് താളിച്ചപ്പോഴേ കടുകിൽ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതിലോട്ട് താളിച്ചൊഴിച്ചു. അപ്പോൾ ആ മഞ്ഞൾ ഒരിച്ചിരി ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അടുത്ത നമ്മുടെ ക്യാബേജ് കറിയല്ല, തോരനാണ്. കല്യാണ വീട് സ്റ്റൈലാണ്, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കാമെന്ന് കരുതിയത്. കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരിച്ചിരി ഉലുവ, ഒരു നുള്ളു ഉലുവ ചെറുതായിട്ട് ഇച്ചിരി മതി കേട്ടോ, അതിൽ കഴിച്ചു പോകും. പിന്നെ നമ്മളിതിൽ മെയിൻലി ചേർക്കുന്ന ഒരു സാധനമാണ് ഉഴുന്ന്. കണ്ടല്ലോ, ഉഴുന്ന്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉടച്ച ഉഴുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതും വാങ്ങാൻ കിട്ടും കടയിൽ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പുക വരുന്നുണ്ട്, ചട്ടി ആയതുകൊണ്ട്, മൺചട്ടി ആയതുകൊണ്ടേ. അപ്പോൾ അതൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ച ഉണക്കമുളക്. ഇതും കൂടി ഒന്നായി വരുമ്പോഴത്തേക്കും ഇതാ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ഈ ഒരു അവസരത്തിൽ നമ്മളിവിടെ ക്യാബേജ്, ക്യാബേജ്, ഉള്ളി ഇത്രയും കൂടി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയാണ് കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു കൊടുക്കുന്നില്ല. വെളുത്തുള്ളി നമ്മൾ തേങ്ങയുടെ കൂടെ ചതച്ചെടുക്കും. ഓക്കെ, സോ ഇത്ര ആക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ട്. കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് ഉഴുന്നിൻ്റെ ആ ഒരു നിറമാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ ആയിരിക്കണം. ഇതിലേ അത് കാണാൻ ഒരു രസമുള്ളൂ. ഞങ്ങളുടെ തമിഴ്നാട്ടിലെ കല്യാണ വീട് സ്റ്റൈൽ ക്യാബേജ് റെസിപ്പിയാണ് കേട്ടോ. ഇതൊരിച്ചിരി നല്ല ടേസ്റ്റ് കൂടുതലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണ വീട്ടിലെ ക്യാബേജ് ഇതുപോലെ. ഇദ്ദേഹം ഇവിടെ ഇരുന്നൊന്ന് കുക്കാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് വെച്ചിട്ടുള്ള മൂടിയില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുകൊണ്ട് തന്നെ മൂടേണ്ടത്, കാരണം വേറെ മൂടിയില്ല. അപ്പോഴത്തേക്കും നമുക്ക് ഈ മസാല പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റാം ഗൈസ്. അപ്പോൾ അത് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും ഞാനിവിടെ അരയ്ക്കാനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളൊരു 3 ടേബിൾ സ്പൂൺ, കാരണം ഞങ്ങൾ ഇച്ചിരിയാണ് ഉണ്ടാക്കുന്നത്, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ മോരിനരച്ച മിക്സി ജാറാണ് കേട്ടോ, അല്ലാതെ വൃത്തിയില്ലാത്ത മിക്സി ജാറല്ല. സോ നമ്മളിവിടെ ഒരു അല്ലി വെളുത്തുള്ളി, 3 ടേബിൾ സ്പൂൺ നമ്മുടെ തേങ്ങ, പിന്നെ അതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലോട്ട്. സത്യം പറഞ്ഞാൽ ഇത് പക്ക തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ, പക്ക തമിഴ്നാട് സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് അറിയാൻ പറ്റും. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ ഇത്ര ഇടുന്നില്ല, കാരണം എൻ്റെ മോക്ക് മുളക് പൊടി വഴിയേ പോയാൽ മതി. പിന്നെ നമുക്ക് ഒരു നുള്ള് കണക്കാക്കി മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഇല്ല, ഒരു ഇച്ചിരി മല്ലിപ്പൊടി. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആവശ്യം ജീരകം, ഇച്ചിരി കൂടുതൽ ജീരകത്തിൻ്റെ സ്മെല്ലാണ് ഇതിലങ്ങ് അടിച്ച് നിൽക്കേണ്ടത്. അപ്പോൾ ഇച്ചിരി ജീരകം, 1/4 ടീസ്പൂൺ കണക്കാക്കി ജീരകം. ഇത് നമുക്ക് പെട്ടെന്നൊന്ന് ഒതുക്കിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3-4 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മറന്നുപോയി, ആക്ച്വലി നിങ്ങൾ അപ്പോഴേ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ഒതുക്കിയെടുക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ക്യാബേജ് എന്തായി നോക്കാം. ഇതാ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിതിനിടയിൽ 1-2 തവണ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ മോള് വരും, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വാഴയ്ക്കപ്പം ഇടുവാണ് കേട്ടോ. നമ്മുടെ പഴംപൊരി നമ്മൾ കളർ പൗഡർ ചേർക്കാറില്ല, ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. ഞാൻ ഈ പഴംപൊരിക്ക് മാവ് ഞാൻ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ലൈറ്റായിട്ട്, പിന്നെ ഉപ്പ്, പഞ്ചസാര ചേർത്ത് കൊടുക്കും കേട്ടോ. സോഡാപ്പൊടി ചേർക്കാറില്ല, പഞ്ചസാര ചേർത്ത് കൊടുക്കും, ഉപ്പ് ലൈറ്റായിട്ട് ചേർത്ത് കൊടുക്കും. മൈദ മാവിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കും. അത് മറിച്ചിടാറായി നമുക്കൊന്ന് മറിക്കാം. നമ്മുടെ തോരനും അവിടെ ആയിട്ടുണ്ട്. തോരനിലേക്ക് നമുക്കിനി
ചൂടാണ്. തോരനിലേക്ക് നമുക്കിനി ഇവിടെ അരച്ചു വെച്ച ഈ ഒരു അരപ്പ് കണ്ടല്ലോ, അരപ്പെന്ന് പറയാൻ പറ്റില്ല, ഇത് നമ്മുടെ എന്താണ് നമ്മുടെ ഒന്ന് ഒതുക്കിയെടുത്ത് തേങ്ങ അല്ലേ, ക്രഷ് ചെയ്തെടുത്ത തേങ്ങയാണ്. നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഇതിവിടെ നിന്ന് കുക്കാവണം. നമ്മൾ സാധാരണ നമ്മുടെ തോരന് ഇങ്ങനെ നമ്മൾ ചേർത്തിട്ട് അരപ്പ് ചേർത്തിട്ട് പിന്നെ നമ്മൾ ഉടനെ 2-3 മിനിറ്റ് ഒന്ന് വേവിച്ച മണം മാറുമ്പോൾ നമ്മൾ വാങ്ങാറാണ് പതിവ്. പക്ഷേ ഈ തോരൻ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ഇച്ചിരി സമയം എടുത്ത് തന്നെ ചെയ്യണം, അപ്പോഴേ അതിൻ്റെ രുചി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്കിത് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. സോ ഗൈസ്, നമുക്ക് നമ്മുടെ ക്യാബേജ് ഒന്ന് നോക്കാം. ഇതാ കൃത്യമായിട്ടുള്ള പരുവം ഇതാണ് കേട്ടോ. തോരൻ എന്ന് വെച്ചാൽ തോർന്നത് എന്നാണ് അർത്ഥം. ഒരല്പം പോലും ഈർപ്പവോ എണ്ണയുടെ ആ ഒരു മയമോ ഒന്നുമില്ലാതെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കല്യാണ വീട് സ്റ്റൈലിൽ ഒരു ക്യാബേജ് തോരൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്ന ജീരകവും പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി സ്റ്റൈല്, തമിഴ്നാട് കല്യാണ വീട് സ്റ്റൈല് ക്യാബേജ് തോരനാണ്. ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.